രാവിലെ തന്നെ ഞാനും എൻ്റെ ഇത്താത്തയും കൂടെ ഞണ്ട് വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് ഞണ്ട് വാങ്ങാൻ വേണ്ടി പോണത്. രാവിലെ തന്നെ പോയാലേ ഞണ്ട് കിട്ടുള്ളൂ, കാരണം അത് തീർന്നു പോകും. പുഴ ഞണ്ടാണ്, ജീവനുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഞണ്ട്, എല്ലാത്തിനും തന്നെ ജീവനുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കുന്നത്. ഞാൻ എപ്പോൾ ചായ കുടിക്കാൻ നിൽക്കുമ്പോഴും എൻ്റെ മോനും കയറും. ഇന്ന് ബ്രെഡ് റോസ്റ്റും പിന്നെ അതേപോലെ തന്നെ പാല് ബൂസ്റ്റ് ഇട്ടതുമാണ്. പിന്നെ നമുക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി ഞണ്ടിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്തതിന് ശേഷം 2 ഗ്ലാസ് വെള്ളം വേണം. കാരണം ഞണ്ടിന് അത്യാവശ്യം വേവുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം വേണം, കാരണം അത് വേവണമല്ലോ നല്ലപോലെ. പിന്നെ അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് 2 കുഞ്ഞു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവോള നല്ലപോലെ വഴറ്റിയിട്ട് ആ ഒരു സവോളയിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കരുത്, കാരണം ഓൾറെഡി നമ്മൾ മുളക് പൊടിയും പിന്നെ അതേപോലെ തന്നെ പച്ചമുളക് നമ്മൾ വേവിച്ചതിൽ ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് ആ ഒരു മസാല നമുക്ക് ഈ ഒരു വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം മാത്രം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ അടുത്തൊരു പരിപാടിയിലോട്ട് പോവാം. ഇതെൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മച്ചത് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുരിങ്ങയില എൻ്റെ ഉമ്മച്ചി നുള്ളാണ്. പിന്നെ പരിപ്പ് നേരത്തെ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ അതിന് ശേഷം കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. കറണ്ട് പോയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിലേക്ക് നമ്മൾ നുള്ളി വെച്ച മുരിങ്ങലയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറി റെഡിയാണ്. കാരണം എൻ്റെ ഉമ്മാക്ക് ഞണ്ടിനോട് വലിയ താല്പര്യമില്ല. ഉമ്മച്ചിക്ക് ഇതുപോലുള്ള കറികളോടാണ് താല്പര്യം. ഇതാണ് നമ്മുടെ ഞണ്ട് റോസ്റ്റ്.